ധന്യനായ യേശു ക്രിസ്തുവിന്റെ പീഠത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം അവസരം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇന്ന് നമുക്ക് 100-ാമത്തെ സങ്കീർത്തനം വായിപ്പാനും ധ്യാനിപ്പാനുമുള്ള ഒരു അവസരം ലഭിച്ചിരിക്കുകയാണ്. തുടർമാനമായി വായിച്ചു വരുന്നതനുസരിച്ച് 100-ാമത്തെ സങ്കീർത്തനം ഇന്ന് നമ്മുടെ ധ്യാനത്തിനായി വായിപ്പാൻ ഇടവന്നു. വളരെ അനുഗീതമായ ഒരു സങ്കീർത്തനമാണ്. വളരെ ചുരുങ്ങിയ വാക്യങ്ങളുള്ളെങ്കിലും ഈ സങ്കീർത്തനത്തിൽ നിന്ന് നിരവധി ചിന്തകൾ നമുക്ക് ചിന്തിക്കാനും ധ്യാനിക്കാനുമായി കഴിയും. അതിൽ വളരെ സന്തോഷം തരുന്ന ധാരാളം പദങ്ങളുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയൊരു പദം ഇതാണ്: യഹോവ തന്നെ ദൈവം എന്ന് പറയുവാൻ അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു. അതുപോലെ തന്നെ ധാരാളം പദങ്ങളുണ്ട്. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പിൻ, സംഗീതത്തോടെ അവൻ്റെ സന്നിധി വരുവിൻ. ഓരോ പദങ്ങളും വളരെ സന്തോഷമുള്ളതാണ്. എല്ലാ വാക്യങ്ങളും എടുത്ത് സൂക്ഷിപ്പാൻ സമയമെടുക്കുന്നില്ല. ആദ്യത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം മാത്രം ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതിങ്ങനെയാണ്: സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. പദം കേൾക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊരു പ്രയാസമുള്ള കാര്യമാണ്. കാരണം ആർപ്പിടുക, കൈകൊട്ടുക, ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുക, ഇതൊന്നും ഇന്ന് പലർക്കും അലർജിയായ ഒരു കാര്യമാണ്. എന്നാൽ വേദപുസ്തകത്തിൻ്റെ ഒരു ചരിത്രം പറയുന്നത് കൈയടിക്കുന്നതും ദൈവത്തെ ഉച്ചത്തിൽ സ്തുതിക്കുന്നതും ഇതെല്ലാം വേദപുസ്തകം പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയുന്നു. കാരണം അതിലൂടെ വ്യാപരിക്കുന്ന കുറെ ദൈവശക്തിയുണ്ട്. അതായത് ദൈവം തൻ്റെ പവർ മനുഷ്യരിൽ പകർന്നപ്പോൾ കൈകളിൽ കുറെ ശക്തി കൊടുത്തിട്ടുണ്ട്. യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു എന്ന് പറഞ്ഞ കർത്താവ് തന്നെ അല്ലേ? ഒന്ന് ഓർത്ത് നോക്കൂ, കൈകളിലുണ്ട്. അതുപോലെ തന്നെ ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ പോരാ, വായ് കൊണ്ട് ഏറ്റു പറയണം. അതരം തുറക്കുമ്പോൾ, വാ തുറക്കുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഈ അതരത്തിൽ ദൈവം ബലം കൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, അതുകൊണ്ടാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്: സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടണം. നമ്മുടെ ദൈവത്തിന് നമ്മളൊന്ന് ആർപ്പിട്ട് ദൈവത്തെ സ്തുതിക്കണം. അവിടെയാണ് വിജയം കിടക്കുന്നത്. നമ്മുടെ ഓരോ കൂട്ടായ്മകളിലും നമ്മൾ സൈലൻ്റ് ഇരുന്ന്, എത്രത്തോളം സൈലൻ്റ് ആകാൻ പറ്റുമോ അത്രത്തോളം അങ്ങ് മൗനമായിരുന്ന്, അങ്ങ് ശാന്തമായിരുന്ന് അങ്ങ് പോകാമെന്ന് ചിന്തിച്ചാൽ അത് ആത്മീയ കൂട്ടായ്മയായി മാറില്ല. പകരം നമ്മളെ ഏതോ പ്രോഗ്രാം വ്യൂ ചെയ്ത പോലെ വരുവുള്ളൂ. അതിന് കാരണം അവിടെ ശക്തിയൊന്നും വ്യാപരിക്കില്ല. സാധാരണ മീറ്റിങ്ങുകളിൽ നമുക്കൊരു ബലമോ ശക്തിയോ ഒന്നും കിട്ടുന്നില്ല. എന്നാൽ തിരുവചന ധ്യാനവും ദൈവസന്നിധിയിലുള്ള നമ്മുടെ ആശ്രയത്വം മൂലം നമുക്ക് ലഭിക്കുന്നത് ദൈവശക്തിയാണ്. ആ പകരപ്പെട്ട ദൈവശക്തിയാണ് നമ്മെ നയിക്കുന്നത്. ഈ പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും എല്ലാം ഓരോ ദിവസവും കടന്നു പോകുമ്പോഴും അവിടെ നമുക്ക് ജയം തരുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. ആ കൃപ തിരുവചനത്തിലൂടെ നമുക്ക് പ്രാപിച്ചെടുക്കാനായിട്ട് കഴിയണം. വചന വ്യവസ്ഥ പ്രകാരം നമ്മൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ, സ്തുതിക്കുമ്പോൾ ഒക്കെ നമുക്ക് വിജയം ലഭിക്കും. അതെ, ആർപ്പിട്ട ജനത്തിന് ലഭിച്ച നന്മകൾ ധാരാളം നമുക്ക് അറിയാൻ കഴിയും. അതിലെ പ്രധാനപ്പെട്ടതാണല്ലോ യെരിഹോ മതിലിനെ താഴെ വീഴ്ത്തുവാൻ, അല്ലെങ്കിൽ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവജനം വിജയിച്ചത് അങ്ങനെയാണെന്ന് നമുക്ക് കാണാനായിട്ട്. യോശുവയുടെ പുസ്തകം 6-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം: അവർ ആട്ടിൻ കൊമ്പ് നീട്ടി ഊതുകയും നിങ്ങൾ കാഹളനാദം കേൾക്കുകയും ചെയ്യുമ്പോൾ ജനമൊക്കെയും ഉച്ചത്തിൽ ആർപ്പിടണം, അപ്പോൾ പട്ടണം അതിൽ വീഴും. നോക്കൂ, ജനമെല്ലാം ഉച്ചത്തിൽ ആർപ്പിടുമ്പോൾ വൻമതിൽ താഴെ വീഴുമെന്നാണ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചു എന്ന് ചരിത്രം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഒരു വ്യവസ്ഥ വെച്ചത് നോക്കൂ, ജനം ഒന്ന് ആർപ്പിട്ടാൽ മതി, ശത്രു പണിതുയർത്തിരിക്കുന്ന വൻമതിലുകൾ താഴെ വീഴുന്നു. നമുക്കെതിരെയുള്ള പ്രതികൂലങ്ങളൊക്കെ താഴെ വീഴുന്നത് ഉച്ചത്തിൽ നമ്മൾ ദൈവത്തെ സ്തുതിക്കുമ്പോഴാണ്. ഇവിടെ പറഞ്ഞ സങ്കീർത്തനത്തിൽ പറഞ്ഞതാണ്: യഹോവയ്ക്കാർപ്പിടുവിൻ, യഹോവയ്ക്കാർപ്പിടുവിൻ എന്ന് പറഞ്ഞാൽ മൗനമായിരിക്കുമ്പോഴല്ല വിജയം ലഭിക്കുന്നത്. ആർപ്പിടുമ്പോൾ തകർന്നു വീഴുന്നതാണ് ദുഷ്ടശത്രു അല്ലെങ്കിൽ ദുഷ്ടസേന ഒരുക്കുന്ന മതിലുകളും ആ തന്ത്രങ്ങളുമെല്ലാം ആർപ്പിട്ട് ദൈവത്തെ സ്തുതിക്കുമ്പോൾ തകർന്നു വീഴും. ദൈവമക്കളെ, അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ മൗനമായിരിക്കാതെ ദൈവത്തെ ഒന്ന് ആർത്ത് വിളിച്ച് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ എത്രത്തോളം സ്തുതിക്കാമോ, നമുക്ക് ഏറ്റവും അധികം ദൈവത്തെ സ്തുതിക്കാൻ ലഭിക്കുന്ന അവസരം നമ്മുടെ ആലയങ്ങളിലാണ്. അത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആലയത്തിലെ കൂട്ടായ്മകൾ നിന്ന് പോയപ്പോഴാണ് ഇതിൻ്റെ വിഷമം മനസ്സിലായത്. എന്നാൽ ആർത്ത് വിളിച്ച് ദൈവത്തെ എല്ലാവരും കൂടെ ചേർന്നൊന്ന് ദൈവത്തെ സ്തുതിച്ചാൽ, പലപ്പോഴും ദേവദാസന്മാരെ പ്രോത്സാഹനം കൊടുക്കാറുണ്ട്: വെരിവെള്ളത്തിന് ഇരിച്ചൽ പോലെ ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആർത്ത് വിളിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ, ബഹുഘോഷസ്വരം പോലെ ഒന്ന് സ്തുതിച്ചാട്ടെ എന്നൊക്കെ പറഞ്ഞാലും ചിലരെ സ്തോത്രം ഒന്നും പറയില്ല, ഉച്ചത്തിലൊന്നും പറയില്ല. അതുകൊണ്ട് വരുന്ന ദോഷം എന്താണെന്ന് അറിയാമോ? നിനക്കെതിരെ ശത്രു പടുത്തുയർത്തിയിരിക്കുന്ന ചില മതിലുകളുണ്ട്. ദൃശ്യമണ്ഡലത്തിലല്ല, അദൃശ്യമണ്ഡലത്തിലാണ് ഇന്ന് കാണുന്നത്. അത് തകർന്ന് താഴെ വീഴുന്നില്ല, അത് എന്നും പ്രതിസന്ധിയായി അവിടെ നിലനിൽക്കും. ഇത് മാറണമെങ്കിൽ നാം ദൈവത്തെ ആർത്ത് വിളിച്ച് സ്തുതിക്കണം എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്.
എന്നാൽ നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വം കെടുത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു നന്മ ലഭിക്കുകയുള്ളൂ എന്നതിന് യാതൊരു സംശയമില്ല. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് നമ്മൾ വന്നാൽ, മത്തായിയുടെ സുവിശേഷം 21 അധ്യായം 9 വാക്യം. മത്തായിയുടെ സുവിശേഷം 21:9 വാക്യം. മുമ്പും പിമ്പും നടന്ന പുരുഷാരം, ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. കണ്ടോ, അവർ ആർത്തു വിളിക്കുകയാണ്. അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് എങ്ങനെയാ? ആർത്ത് വിളിച്ച് തന്നെയാണ് കൊടുക്കേണ്ടത്. സർവമഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ ദൈവത്തെ സ്തുതിപ്പാൻ നമ്മൾ ആർത്ത് വിളിക്കണം. അപ്പൊ ഈ തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ആർത്ത് വിളിക്കുമ്പോഴാണ് നമുക്ക് ജയം ലഭിക്കുന്നത്. ആർത്ത് വിളിക്കുമ്പോഴാണ് സാത്താന്റെ കോട്ടകൾ തകർന്നു വീഴുന്നത്. ആർത്ത് വിളിക്കുന്ന ജനത്തിനാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ആർത്ത് വിളിച്ചാണ് നമ്മുടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയുന്നത്. അപ്പൊ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ടത് എങ്ങനെയാണ്? ആർത്ത് വിളിച്ചാണ്. ആർത്ത് വിളിച്ച്, അല്ലേ, ഇവിടെ പറഞ്ഞ സങ്കീർത്തനം പറഞ്ഞ സകല ഉപവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. സകല ഉപവാസികളുമായ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. ഇതൊരു കൽപ്പന പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും ദൈവത്തെ സ്തുതിക്കേണ്ടത് ആർത്ത് വിളിക്കാൻ പറ്റുന്ന സമയത്തൊക്കെയും ഉച്ചത്തിൽ. അതല്ലേ തിരുവചനം പറയുന്നത്, നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, എന്നാൽ ഞാൻ അതിനെ നിറയ്ക്കും. അപ്പോൾ ദൈവത്തെ വായ് തുറന്ന് നന്നായി സ്തുതിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിലേക്ക് പകരപ്പെടുന്നത് എന്ന് കാണാനായിട്ട് കഴിയുന്നു. ഇതിന് വിപരീതമായി മറ്റ് പ്രമാണങ്ങളൊന്നും ഇല്ലെന്നേ. കാലം പുരോഗമിച്ചെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വ്യവസ്ഥയ്ക്കൊക്കെ മാറ്റം വരുത്തിയാൽ അത് ശരിയല്ല. അത് ഒട്ടും ശരിയല്ല. അതിൽ നിന്നാണ് നമുക്കൊരു മാറ്റം വരേണ്ടത്. ഇനി നമുക്ക് കാണാം, ഇന്ന് ചിലര് ആർത്ത് വിളിക്കുമ്പോൾ അത് വലിയ പ്രോത്സാഹനമായി കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്, ആർത്ത് വിളിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ശരിയായ രീതിയിൽ ആർത്ത് വിളിച്ചില്ലെങ്കിൽ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വിധത്തിലല്ല ആർത്ത് വിളിക്കുന്നതെങ്കിൽ അത് വലിയ പരാജയമാണ്. നമുക്ക് കാണാനായിട്ട് കഴിയും, ഒരു കൂട്ടം ആർത്ത് വിളിക്കുന്നുണ്ട്. ഞാനവരെ പരിചയപ്പെടുത്താം. യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിന്റെ 6 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞു. മഹാപുരോഹിതന്മാരും ചേവകരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. ഇത് മറ്റൊരു ആർപ്പുവിളി കാണാനായിട്ട് കഴിയും. 2 ആർപ്പുവിളിയെ കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തി. ഒന്ന്, ശത്രുവിന്റെ കോട്ടയെ തകർത്ത് ജയം നേടുന്ന ആർപ്പുവിളി. മറ്റൊന്ന്, ദൈവത്തിന് മഹത്വം കൊടുക്കാനുള്ള ആർപ്പുവിളി. ഇവിടെ ഇതാ ഒരു കൂട്ടം ആളുകൾ ആർത്തു വിളിക്കുന്നുണ്ട്. പക്ഷെ അവരെ ആർപ്പുവിളി എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ദൈവത്തിന് മഹത്വം കൊടുക്കാനോ ശത്രുവിന്റെ കോട്ട തകർക്കാനോ ഒന്നുമല്ല, അവനെ ക്രൂശിക്കേണ്ടതിനാണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ആർത്ത് വിളിക്കുന്ന എല്ലാവരും ആർത്ത് വിളിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുണ്ടോ, അവർ ജയം നേടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എനിക്ക് പറയാൻ കഴിയുന്നത് എങ്ങനെയാ? ചിലർ ആർത്ത് വിളിക്കുന്നത് കർത്താവിന് മഹത്വം കൊടുക്കാനല്ല, കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടിയാണ്. കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി ആർത്ത് വിളിക്കുന്നവരുണ്ടോ? ഈ കാലഘട്ടത്തിൽ നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലർക്കും സംഭവിച്ചൊരു കാര്യം ഇതാണ്, ആർത്ത് വിളിക്കുന്നത്, പലരും ആർത്ത് വിളിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടിയാ. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ ആർത്ത് വിളിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ തിരുവചനം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എല്ലാവരും ആർത്ത് വിളിച്ചാൽ അത് ദൈവത്തിന് മഹത്വമാകില്ലേ? ആരാണ് ആർത്ത് വിളിക്കേണ്ടത്? ആ 3 വാക്യം ശ്രദ്ധിച്ച സങ്കീർത്തനം 103, യഹോവ തന്നെ ദൈവം എന്ന് അറിവിൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവർ ആകുന്നു, അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവനാണ് ആർത്ത് വിളിക്കേണ്ടത്. അവന്റെ ജനം, നാം അവനുള്ളവരാകുന്നു, അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളും തന്നെ. അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന അവന്റെ കയ്യിലെ ആടുകളുമാണെങ്കിൽ അവരാർത്ത് വിളിച്ചാൽ അത് ദൈവത്തിന് മഹത്വം കിട്ടും. അവരാർത്ത് വിളിച്ചാൽ സാത്താന്യ കോട്ടകൾ തകർന്നു വീഴും. അവരാർത്ത് വിളിച്ചാൽ അവർക്ക് ജയമുണ്ട്. അവർക്കാണ് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നത്. വാക്തത്വങ്ങളിലേക്ക്, കനാൻ നാട്ടിലേക്കൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് ആർത്ത് വിളിക്കുന്ന ദൈവജനത്തിനാണ്. പക്ഷെ അവരാരായിരിക്കണം? അവർ അവനുള്ളവനായിരിക്കണം. പക്ഷെ എങ്ങനെയാണ് അവന്റെ ജനമാകുന്നത്? യഹോവ തന്നെ ദൈവമെന്ന് അറിഞ്ഞവർക്കേ അത് പറ്റുള്ളൂ. യഹോവ തന്നെ ദൈവമെന്ന് അറിയാതെ, അല്ലെങ്കിൽ അവൻ നമ്മെ ഉണ്ടാക്കി എന്ന അറിവ് തിരിച്ചറിയാതെ, നാം അവനുള്ളവരാകുന്നു എന്നറിയാതെ, ഇതൊന്നും മനസ്സിലാക്കാതെ ഏതോ ഉച്ചനാദമുള്ള ചില ഉപകരണങ്ങളുടെ ശബ്ദം കേട്ടിട്ടോ ആരുടെയോ പ്രോത്സാഹനം കേട്ടിട്ടോ ആർത്ത് വിളിച്ച് ബഹളം വെച്ചോ ഡാൻസ് കളിച്ചോ ഈ ദൈവനാമത്തെ ദൂഷിക്കുന്ന രീതിയിലായി കഴിഞ്ഞാൽ,
അതൊന്നും ദൈവം അംഗീകരിക്കുന്നതല്ല, ദൈവത്തിന് മഹത്വം കിട്ടുകയല്ല ചെയ്യുന്നത്. പകരം നാം അവരെ ക്രൂശിക്കുന്നവരായി മാറും. ഇന്ന് നമ്മൾ കണ്ടുവരുന്നില്ലേ? അതുപോലെ പലയിടത്തും ആർത്ത് വിളിച്ച് ദൈവത്തെ സ്തുതിക്കാം, പക്ഷേ പരിധി വിട്ട് ആരാണ് ആർത്ത് വിളിക്കുന്നതെന്ന് ലോകമനുഷ്യരെക്കാളും വളരെ മോശമായ രീതിയിൽ ദൈവത്തിന്റെ ജനമോ അവന്റെ കയ്യിലെ ആടോ അല്ലാത്ത രീതിയിൽ ഒരു അമർച്ചയായോ അലർച്ചയായോ മാറിയാൽ ഓർത്തു നോക്ക്, പലപ്പോഴും സംഭവിക്കുന്ന എന്താ? മറ്റു പലരും യേശുവിനെ അത് ക്രൂശിക്കാനായിട്ട് കാരണമായി മാറും. അത് കർത്താവിനെ ക്രൂശിക്കാൻ പറയുന്നത് തുല്യമാണ്. ഇവരുടെ ഈ ആർപ്പുവിളിയുടെ രീതിയൊക്കെ മാറിയാൽ സന്തോഷത്തോടെ അവന്റെ സന്നിധിയിൽ വന്ന് അവൻ എൻ്റെ ദൈവമാണ്, അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, അവൻ നമ്മെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ സന്നിധിയിലാണ് ഞാൻ വന്നതെന്നുള്ള ബോധ്യമുള്ളവർ, യഹോവ തന്നെ ദൈവമെന്നറിയുന്നവർ, അവിടെയാണ് ഏറ്റവും വലിയ ഗൗരവം കിടക്കുന്നത്. യഹോവ തന്നെ ദൈവമെന്നറിവിൻ എന്ന് പറഞ്ഞാൽ നാം അടുത്ത് ചെല്ലുന്നത് ആരുടെ അടുത്ത? ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, വിറയലോടെ യഹോവയുടെ സന്നിധിയിൽ. ഭയമില്ല എന്ന് പറഞ്ഞാൽ ഭയഭക്തി, ബഹുമാന, ആദരവ് വിട്ട് കളയാതെ വേണം ആർത്ത് വിളിക്കാൻ. ഭയഭക്തി, ബഹുമാന, ആദരവൊന്നുമില്ലാതെ ആർത്ത് വിളിച്ചാൽ അത് അവരെ ക്രൂശിക്കാനാണ്. എന്നാൽ ഭയഭക്തി, ബഹുമാന, ആദരവോടുകൂടെ തന്നെ ദൈവത്തിന്റെ തിരുസാന്നിധ്യം തിരിച്ചറിയുന്ന ദൈവമക്കൾ അവരെ നിലയും വിലയും സ്ഥാനവും ഒന്നും ഓർക്കാതെ, ദാവീദ് രാജാവ് പഞ്ഞുനൂലങ്കി ധരിച്ച് പെട്ടകത്തിന് മുകളിൽ ആർത്തു വിളിച്ച് നൃത്തം ചെയ്ത് വന്നതുപോലെ മറ്റെല്ലാം മറന്ന് ഹൃദയപരമാർത്ഥതയോടെ ദൈവത്തെ ഒന്ന് ആർത്തു വിളിച്ചു നോക്ക്. സംശയിക്കണ്ട, വിജയം നമുക്കുള്ളതാ. ദൈവത്തിന് മഹത്വം കിട്ടും. മഹത്വത്തിനും പുകഴ്ചയ്ക്ക് യോഗ്യനായവന് നമ്മൾ മഹത്വം കൊടുക്കാനാണ് നമ്മുടെ കൂട്ടായ്മകളിൽ വരുന്നത്. വിശുദ്ധ സഭായത്തിൽ നമ്മൾ വന്നത് എന്തിനാ? ദൈവത്തിന് മഹത്വം കൊടുക്കാനാണെങ്കിൽ ആ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ആർത്തു വിളിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മുടെ മുന്നിൽ ഉയർന്നു വന്നിരിക്കുന്ന ഏത് കോട്ടകളാണെങ്കിലും അത് തകർന്നു വീഴട്ടെ. ശത്രുവിന്റെ നേരെയുള്ള ഒരു ജയഘോഷമായി അത് മാറട്ടെ. അങ്ങനെയെങ്കിൽ ഈ ദൈവശക്തി പകരപ്പെട്ടിരിക്കുന്ന നമ്മുടെ ആദരങ്ങളിൽ നിന്ന് സ്തുതിസ്തോത്രങ്ങളുടെ ആർപ്പുവിളികളായി മാറട്ടെ. മറ്റൊന്നുമാകരുത്, ദൈവത്തിന് പ്രസാദിക്കുന്ന രീതിയിൽ ആർപ്പുളിയാകട്ടെ. അവനെ ക്രൂശിക്കാൻ വേണ്ടിയുള്ള ആർപ്പുളിയല്ലാതെ നമുക്കൊരു ജയം തരുന്ന ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ജയം നേടുന്ന ആർപ്പുളിയിലേക്ക് ദൈവം നമ്മെ നയിക്കുമാറാകട്ടെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചേർന്ന് അവസാന വാക്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ നിർത്തിയാണ്. യഹോവ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവൻ്റെ വിശ്വസ്തത തലമുറ തലമുറയായും ഇരിക്കുന്നു. വലിയ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഈ സങ്കീർത്തനം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. സങ്കീർത്തനത്തിലൂടെയുള്ള ഈ ധ്യാനത്തിലൂടെ ഒരു പുതിയ ചിന്തയിലൂടെ പുതിയ നന്മയിലേക്ക് ദൈവം നമ്മെ നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മെ